നമസ്കാരം. ഇഗ്നൈറ്റിംഗ് പവറിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിലെ അഹംഭാവം എങ്ങനെയാണ് നമ്മുടെ സമാധാനം കെടുത്തുന്നതെന്നും ആ അഹങ്കാരം ഉപേക്ഷിക്കുമ്പോൾ മനസ്സിന് എങ്ങനെയാണ് യഥാർത്ഥ ശാന്തി ലഭിക്കുന്നതെന്നുമുള്ള ബുദ്ധന്റെ ജീവിത ദർശനങ്ങളെക്കുറിച്ചാണ്. ഓരോ പ്രഭാതത്തിലും കണ്ണു തുറക്കുന്നത് മുതൽ രാത്രി വിശ്രമത്തിലേക്ക് നീങ്ങുന്നതുവരെ ചിന്തകളുടെ ഒരു വലിയ ലോകമാണ് നമ്മുടേത്. ആരെങ്കിലും നമ്മളെ അല്പമൊന്ന് കുറ്റപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം മറ്റൊരാൾക്ക് ലഭിച്ചാൽ ഉള്ളിൽ ഉടലെടുക്കുന്ന ആ ചെറിയ അസ്വസ്ഥത പോലും എത്രത്തോളമാണ് നമ്മളെ ശ്വാസം മുട്ടിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. പുറം ലോകത്ത് വലിയ വിജയങ്ങൾക്കായി നമ്മൾ വെറുതെ പായുമ്പോഴും ഉള്ളിലെവിടെയോ ഒരു ശൂന്യത നമ്മളെ വേട്ടയാടാറുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ വലിയവനാണ് എന്ന് തെളിയിക്കാനുള്ള തത്രപ്പാട്, എൻ്റെ പണം, എൻ്റെ വിജയം, എൻ്റെ കുടുംബം, എൻ്റെ വീട് എന്നെല്ലാം നീളുന്ന ചിന്തകൾ, ഇതെല്ലാം ഞാൻ എന്ന ഒറ്റ വാക്കിലേക്ക് ചുരുങ്ങുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു വലിയ കെണിയിൽ വീഴുകയാണ്. ആ കെണിയുടെ പേരാണ് അഹങ്കാരം. അത് നമ്മുടെ മനസ്സിന്റെ ശാന്തതയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. വലിയ പണക്കാരും അധികാരമുള്ളവരും മാത്രമാണ് അഹങ്കാരികൾ എന്നൊരു തെറ്റായ ധാരണ നമ്മൾ പലപ്പോഴും വെച്ചു പുലർത്താറുണ്ട്. എന്നാൽ നമ്മളൊരു സാധാരണക്കാരനായി ജീവിക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ എപ്പോഴൊക്കെ തലപൊക്കുന്ന ആ അഹംഭാവമുണ്ടോ, അതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സമാധാനവും കവരുന്നത്. അവസാനമായി നിങ്ങൾ എപ്പോഴാണ് മറ്റൊരാളോട് ആത്മാർത്ഥമായി ക്ഷമ ചോദിച്ചത് എന്ന് ആലോചിച്ചു നോക്കൂ. അതുപോലെ ഒരാൾ നിങ്ങളെക്കാൾ മുന്നിലെത്തുമ്പോൾ മനസ്സു തുറന്ന് സന്തോഷിക്കാൻ നിങ്ങൾക്കെപ്പോഴാണ് സാധിച്ചിട്ടുള്ളത്? അതിന് നമുക്ക് കഴിയാത്തതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ വലിയ ഞാൻ അതിന് സമ്മതിക്കുന്നില്ല എന്നത് തന്നെ. ആ അഹങ്കാരം നമ്മുടെ കണ്ണുകളെയും മനസ്സിനെയും ഒരുപോലെ അന്ധമാക്കുകയാണ്. ഒരു ദിവസം ബുദ്ധന്റെ അടുത്തേക്ക് വല്ലാതെ അസ്വസ്ഥനായ ഒരു യുവാവ് വന്നു. സമൂഹത്തിൽ വലിയ നിലയും വിലയുമുള്ള ഒരുപാട് സമ്പത്തുള്ള ഒരാളായിരുന്നു അയാൾ. അദ്ദേഹം ബുദ്ധനോട് പറഞ്ഞു, ഭഗവാനെ, എൻ്റെ അടുക്കൽ ഇല്ലാത്തതായി ഒന്നുമില്ല. പണമുണ്ട്, പ്രശസ്തിയുണ്ട്, ആളുകളുണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിൽ മാത്രം ഒരു സമാധാനവുമില്ല. എപ്പോഴും എന്തിനോടൊക്കെയോ ഉള്ള ഭയം, വല്ലാത്തൊരു അസ്വസ്ഥത. എന്താണ് ഇതിനൊരു പരിഹാരം? ബുദ്ധൻ ശാന്തമായി അയാളെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് നിലത്ത് കിടന്ന ഒരു ചെറിയ കല്ലെടുത്ത് അയാളുടെ കൈകളിൽ കൊടുത്തു. ബുദ്ധൻ ചോദിച്ചു, ഈ കല്ല് നിനക്ക് ഭാരമായി തോന്നുന്നുണ്ടോ? യുവാവ് പറഞ്ഞു, ഇല്ല ഭഗവാനെ, ഇതൊരു ചെറിയ കല്ലല്ലേ, ഇതിനെന്ത് ഭാരം? ബുദ്ധൻ പറഞ്ഞു, ശരി, നീ ഇത് നിന്റെ കൈകളിൽ തന്നെ പിടിച്ചു നിൽക്കൂ. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ യുവാവിന്റെ കൈകൾ വേദനിക്കാൻ തുടങ്ങി. അയാൾ പറഞ്ഞു, ഭഗവാനെ, ഇപ്പോൾ എൻ്റെ കൈ വല്ലാതെ വേദനിക്കുന്നു. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ആ വേദന മാറാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ആ കല്ല് താഴേക്കിടുക. യുവാവ് കല്ല് താഴെയിട്ടു. അവന്റെ കൈകൾക്ക് പെട്ടെന്ന് തന്നെ ആശ്വാസം ലഭിച്ചു. ബുദ്ധൻ അയാളോട് പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് നിന്റെ ഉള്ളിലെ അഹങ്കാരവും. ഈ ലോകത്ത് നീ നേടിയതൊക്കെ നിന്റെ മാത്രം മിടുക്കാണെന്നും നീ മറ്റുള്ളവരെക്കാൾ വലിയവനാണെന്നുമുള്ള ചിന്ത നീ നിന്റെ മനസ്സിൽ ഭാരമായി ചുമന്നു നടക്കുകയാണ്. ആ ഭാരമാണ് നിന്റെ സമാധാനം കളയുന്നത്. അതിനെ താഴെ വയ്ക്കാൻ തയ്യാറായാൽ നിനക്ക് ഈ നിമിഷം ശാന്തി ലഭിക്കും. നമ്മുടെ കേരളത്തിലെ സാധാരണ ജീവിതങ്ങളിലേക്ക് ഒന്ന് നോക്കൂ. ഒരു ചെറിയ വീടുള്ളവൻ വലിയ വീടുള്ളവനെ നോക്കി അസൂയപ്പെടുന്നു. വലിയ വീടുള്ളവൻ അത് മറ്റുള്ളവരെ കാണിച്ച് അഹങ്കരിക്കുന്നു. ജോലിസ്ഥലത്തായാലും കുടുംബത്തിലായാലും ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ ചെയ്യുന്നതാണ് വലുത് എന്ന ചിന്ത എത്രയോ ബന്ധങ്ങളെയാണ് തകർക്കുന്നത്. ഒരു ചെറിയ വാശി പുറത്ത് തന്റെ അഹങ്കാരം തൃപ്തിപ്പെടുത്താൻ വേണ്ടി സ്വന്തം ചോരയെപ്പോലും ശത്രുവായി കാണുന്ന എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. രാത്രി കിടക്കുമ്പോൾ ഉറക്കം വരാതെ മരുന്നുകളെ ആശ്രയിക്കുന്ന, എപ്പോഴും അമിത സമ്മർദ്ദത്തിൽ ജീവിക്കുന്ന എത്രയോ പേർ. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മൾ മരിക്കുമ്പോൾ ഇതൊന്നും കൂടെ കൊണ്ടുപോകില്ല എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ഈ അഹങ്കാരം വിട്ടുകളയാൻ കഴിയാത്തത്? ഈ അഹങ്കാരം കാരണം എത്രയോ ആളുകളാണ് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സൗഹൃദങ്ങളും സ്നേഹമുള്ള കുടുംബ ബന്ധങ്ങളും തല്ലിക്കെടുത്തുന്നത്. അവനെന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞത്? അവൻ എന്നേക്കാൾ താഴെയുള്ളവനല്ലേ? അവൻ എന്നോട് വന്ന് മാപ്പ് പറയട്ടെ എന്ന് ചിന്തിച്ച് വർഷങ്ങളോളം മിണ്ടാതെ നടക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒടുവിൽ ആ വ്യക്തി ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി യാത്രയായി കഴിയുമ്പോൾ മാത്രമായിരിക്കും പലർക്കും തങ്ങളുടെ തെറ്റ് മനസ്സിലാകുന്നത്. അപ്പോഴേക്കും സമയം വൈകിപ്പോയിരിക്കും. ഉള്ളിൽ അവശേഷിക്കുന്നത് വലിയൊരു കുറ്റബോധം മാത്രമായിരിക്കും. ആ ഒരു അവസ്ഥ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഓർക്കുക, അതിനൊക്കെയുള്ള കാരണം നിങ്ങളുടെ ഉള്ളിലെ ആ വലിയ അഹംഭാവം തന്നെയാണ്. ഈ പ്രപഞ്ചത്തിന്റെ വിശാലതയ്ക്ക് മുന്നിൽ നമ്മൾ എത്രമാത്രം നിസ്സാരരാണ് എന്ന് എപ്പോഴെങ്കിലും ശാന്തമായി ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ അഹങ്കരിക്കുന്ന ഈ ശരീരം, നമ്മുടെ അറിവ്, അതുപോലെ പണം, ഇതെല്ലാം ഏതെങ്കിലും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോകുന്നവ മാത്രമാണ്. ഒരു ചെറിയ രോഗം വന്നാൽ മതി നമ്മുടെ അഹങ്കാരത്തിന്റെ മുന ഒടിയാൻ. ബുദ്ധൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ലോകത്തൊന്നും ശാശ്വതമല്ല, എല്ലാം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊരിടത്ത് ഞാൻ മറ്റുള്ളവരെക്കാൾ വലിയവനാണ് എന്ന് ചിന്തിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള പണം,
നാളെ മറ്റൊരാളുടെ കൈകളിലേക്ക് മാറിപ്പോകാം. ഇന്ന് നിങ്ങൾ അലങ്കരിക്കുന്ന ഈ ഉയർന്ന പദവി നാളെ മറ്റൊരാൾക്ക് ലഭിച്ചേക്കാം. പ്രകൃതിയുടെ ഈ നിയമം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിൽ അഹങ്കാരത്തിന് സ്ഥാനമുണ്ടാകില്ല. ഒരിക്കലൊരു വലിയ പണ്ഡിതൻ ബുദ്ധനെ കാണാൻ വന്നു. തൻ്റെ വിജ്ഞാനത്തെക്കുറിച്ചും താൻ പഠിച്ച ശാസ്ത്രങ്ങളെക്കുറിച്ചും അയാൾ വലിയ വീമ്പോടെ സംസാരിച്ചു. ബുദ്ധൻ അതൊക്കെ വളരെ ശാന്തനായി കേട്ടിരുന്നു. സംസാരം അവസാനിച്ചപ്പോൾ ബുദ്ധൻ അയാൾക്ക് കുടിക്കാൻ ചായ പകർന്നു നൽകി. ചായക്കപ്പ് നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ടും ബുദ്ധൻ ചായ ഒഴിച്ചുകൊണ്ടേയിരുന്നു. ഇത് കണ്ട് പണ്ഡിതൻ അത്ഭുതത്തോടെ പറഞ്ഞു, ഭഗവാനെ, അത് നിർത്തുക. കപ്പ് നിറഞ്ഞു കഴിഞ്ഞു, ഇനി അതിലൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ ബുദ്ധൻ ശാന്തമായി മറുപടി നൽകി, ഈ കപ്പ് പോലെയാണ് നിങ്ങളുടെ മനസ്സ്. അഹങ്കാരം കൊണ്ടും സ്വന്തം അറിവിനെക്കുറിച്ചുള്ള അഹംഭാവം കൊണ്ടും മനസ്സ് ഇപ്പോൾ തന്നെ നിറഞ്ഞിരിക്കുകയാണ്. ഇതിലേക്ക് പുതിയതായി ഒന്നും നൽകാൻ കഴിയില്ല. എന്തെങ്കിലും പുതിയത് പഠിക്കണമെങ്കിൽ ആദ്യം ഉള്ളിലുള്ള ഈ ഭാരം ഒഴുക്കിക്കളയണം. നമുക്ക് മാറ്റം വരണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിലെ ഈ അഹങ്കാരത്തെ തിരിച്ചറിയണം. നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുമ്പോഴും സംസാരിക്കുമ്പോഴും ഉള്ളിൽ വരുന്ന ആ ഭാവത്തെ ശ്രദ്ധിക്കണം. ഒരാൾ നമ്മളെ തിരുത്തുമ്പോൾ ദേഷ്യം വരുന്നതിന് പകരം അതൊരു പക്ഷേ ശരിയായിരിക്കാമെന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നിടത്താണ് നമ്മുടെ മാറ്റം തുടങ്ങുന്നത്. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാതെ അവരെയും നമ്മളെപ്പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരായി കാണാൻ നമുക്ക് സാധിക്കണം. അന്ന് നമ്മുടെ മനസ്സിലെ ഭാരം പകുതിയായി കുറയും. യഥാർത്ഥ ജ്ഞാനമുള്ള ഒരാൾ ഒരിക്കലും മറ്റുള്ളവരുടെ മേൽ തൻ്റെ അധികാരം സ്ഥാപിക്കാൻ നോക്കില്ല. പകരം എല്ലാവരെയും തുല്യമായി കണ്ട് കരുണയോടെ പെരുമാറും. ബുദ്ധൻ പഠിപ്പിച്ച വലിയ പാഠം ഇതാണ്: നിന്റെ ശത്രു നിനക്ക് വരുത്തുന്നതിനേക്കാൾ വലിയ നാശമാണ് നിന്റെ സ്വന്തം അഹങ്കാരവും നിയന്ത്രണമില്ലാത്ത മനസ്സും നിനക്ക് വരുത്തിവെക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പുറത്തുള്ള ആളുകളാണ് നമ്മുടെ ശത്രുക്കൾ എന്നാണ്. എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഒളിച്ചിരിക്കുന്നത്. ആ ശത്രുവിനെ കീഴടക്കാൻ പുറത്തുള്ള ആരെ ജയിച്ചിട്ടും ഒരു പ്രയോജനവുമില്ല. ജീവിതത്തിൽ ഒരുപാട് പണം സമ്പാദിച്ചിട്ടും രാത്രി സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത ഒരു വ്യക്തിയേക്കാൾ എത്രയോ ഭാഗ്യവാനാണ് ഉള്ളിൽ സമാധാനമുള്ള അഹങ്കാരമില്ലാത്ത ഒരു സാധാരണക്കാരൻ. അതുകൊണ്ട് ഭൗതികമായ നേട്ടങ്ങൾക്കൊപ്പം തന്നെ നമ്മുടെ മനസ്സിന്റെ ശുദ്ധി കൈവരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലെ പകുതി പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ മറ്റുള്ളവരെക്കാൾ വലിയവരാണെന്ന് കാണിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. അയൽക്കാരൻ പുതിയൊരു വണ്ടി വാങ്ങുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന അസ്വസ്ഥത, ജോലിസ്ഥലത്ത് സഹപ്രവർത്തകന് സ്ഥാനക്കയറ്റം ലഭിക്കുമ്പോൾ തോന്നുന്ന വിഷമം, ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ ഞാൻ എന്ന ഭാവത്തിന്റെ പ്രതിഫലനങ്ങളാണ്. മറ്റൊരാളുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ പഠിക്കുന്ന നിമിഷം നമ്മുടെ മനസ്സിലെ സമാധാനം ഇരട്ടിയാവും. അഹങ്കാരം നമ്മളെ എപ്പോഴും ഒറ്റപ്പെടുത്തും, എന്നാൽ വിനയം നമ്മളിലേക്ക് ആളുകളെയും സ്നേഹത്തെയും ആകർഷിക്കും. മറ്റൊരു വലിയ സത്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ ദേഷ്യവും വാശിയും മറ്റുള്ളവരെ തോൽപ്പിക്കാനുള്ള ആയുധങ്ങളാണെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ തിളച്ചുമറിയുന്ന വെള്ളത്തിൽ സ്വന്തം മുഖം കാണാൻ സാധിക്കില്ല എന്നതുപോലെയാണ് അഹങ്കാരവും ദേഷ്യവും നിറഞ്ഞ മനസ്സും. അങ്ങനെയുള്ള മനസ്സിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും കൂടുതൽ വഷളാവുകയുള്ളൂ. നമ്മൾ എടുത്ത പല തെറ്റായ തീരുമാനങ്ങളും നമ്മുടെ ഉള്ളിലെ ആ ഈഗോ അല്ലെങ്കിൽ അഹങ്കാരം കാരണം ഉണ്ടായവയാണ്. അവൻ എനിക്ക് സന്ദേശം അയക്കട്ടെ, ഞാൻ എന്തിനങ്ങോട്ട് അയക്കണം, അവൾ എന്നോട് വന്ന് സംസാരിക്കട്ടെ, ഞാൻ എന്തിനു കുറയണം, ഈ ഒരൊറ്റ ചിന്ത കാരണം എത്രയോ വർഷത്തെ നല്ല ബന്ധങ്ങളാണ് ഇല്ലാതായത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ബുദ്ധന്റെ ജീവിതത്തിൽ നടന്ന മറ്റൊരു മനോഹരമായ സംഭവം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ ബുദ്ധൻ തന്റെ ശിഷ്യന്മാരുമായി ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോവുകയായിരുന്നു. ആ ഗ്രാമത്തിലെ ചില ആളുകൾക്ക് ബുദ്ധനോടും അദ്ദേഹത്തിന്റെ ആശയങ്ങളോടും വല്ലാത്ത എതിർപ്പായിരുന്നു. ബുദ്ധൻ വരുന്നത് കണ്ട് അവർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്ന് അധിക്ഷേപിക്കാനും മോശമായി സംസാരിക്കാനും തുടങ്ങി. എന്നാൽ ബുദ്ധൻ ഇതൊന്നും കേൾക്കാത്ത മട്ടിൽ വല്ലാത്തൊരു ശാന്തതയോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. അവർ സംസാരിച്ച് തളർന്നപ്പോൾ ബുദ്ധൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ അധിക്ഷേപങ്ങൾ കഴിഞ്ഞുവെങ്കിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അവർ ദേഷ്യത്തോടെ എന്താണ് ചോദിക്കാനുള്ളതെന്ന് തിരക്കി. ബുദ്ധൻ ചോദിച്ചു, നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു സമ്മാനം വാങ്ങി എന്ന് കരുതുക. എന്നാൽ ആ വ്യക്തി ആ സമ്മാനം സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ആ സമ്മാനം ആരുടെ കയ്യിലിരിക്കും? അവർ പറഞ്ഞു, അതെന്താ സംശയം, അത് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും. ബുദ്ധൻ വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതുപോലെ തന്നെയാണ് നിങ്ങളിപ്പോൾ എനിക്ക് തന്ന ഈ അധിക്ഷേപങ്ങളും. ഞാനത് സ്വീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് അതെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഈ കഥയിൽ എത്ര വലിയ പാഠമാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നോക്കൂ. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തു പറയുന്നു, നമ്മളെ എങ്ങനെ പരിഹസിക്കുന്നു എന്നതൊന്നും നമ്മളെ ബാധിക്കേണ്ട കാര്യമല്ല. നമ്മുടെ ഉള്ളിൽ അഹങ്കാരമില്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നമ്മളെ വേദനിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ എപ്പോഴാണ് മറ്റുള്ളവരുടെ വാക്കുകളിൽ വീണുപോകുന്നത് എന്ന് ചിന്തിക്കണം. നമ്മുടെ ഉള്ളിൽ ഒരു വലിയ അഹങ്കാരം ഇരിക്കുമ്പോഴാണ് അതൊക്കെ സംഭവിക്കുന്നത്. എന്നെ എങ്ങനെ അവൻ അങ്ങനെ പറയാം എന്ന ചിന്ത വരുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്. ആ അഹങ്കാരം മാറ്റിവെച്ചാൽ ഈ ലോകത്ത് ഒരു വ്യക്തിക്കും നിങ്ങളെ മാനസികമായി തളർത്താൻ കഴിയില്ല. നമ്മുടെ കേരളത്തിലെ കുടുംബങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കൂ.
ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വഴക്കുകൾ, അച്ഛനും മക്കളും തമ്മിലുള്ള അകൽച്ച, സഹോദരങ്ങൾ തമ്മിലുള്ള സ്വത്തു തർക്കങ്ങൾ. ഇതിൻ്റെയൊക്കെ ഒടുവിൽ ചെന്നെത്തുന്നത് എവിടെയാണ്? ഒരു കോടതി വരാന്തയിലോ അല്ലെങ്കിൽ ആരുമില്ലാത്ത ഏകാന്തതയിലോ ആയിരിക്കും. ഒരു കാലത്ത് ജീവനായിരുന്നു എന്ന് പറഞ്ഞ മനുഷ്യർ ഇന്ന് പരസ്പരം കാണുമ്പോൾ മുഖം തിരിച്ചു നടക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നാറില്ലേ? നാളെ നമ്മൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ നമ്മുടെ ഈ അഹങ്കാരവും വാശിയും കൂടെ വരുമോ? അന്ന് നമ്മൾ സമ്പാദിച്ച ഈ പണവും പ്രശസ്തിയും നമ്മുടെ കൂടെ ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ആളുകൾക്ക് കൊടുത്ത സ്നേഹവും നമ്മുടെ നല്ല ഓർമ്മകളും മാത്രമാണ് ബാക്കിയാവുക. നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമുള്ള ഈ വലിയ പ്രപഞ്ചത്തിൽ ഒരു ചെറിയ പൊടിപടലം മാത്രമാണ് നമ്മുടെ ഈ ഭൂമി. ആ ഭൂമിയിലെ ഒരു ചെറിയ രാജ്യത്ത്, ഒരു ചെറിയ സംസ്ഥാനത്ത് ജീവിക്കുന്ന നമ്മൾ എത്രമാത്രം നിസ്സാരരാണ്. എന്നിട്ടും നമ്മൾ എൻ്റെ പണം, എൻ്റെ അധികാരം എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നു. ഒരു ചെറിയ പ്രകൃതിക്ഷോഭമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു ചെറിയ രോഗം വന്നാൽ തീരാവുന്ന അഹങ്കാരമേ മനുഷ്യനുള്ളൂ എന്ന് നമ്മൾ പലവട്ടം കണ്ടതാണ്. എന്നിട്ടും നമ്മൾ ഒന്നും പഠിക്കുന്നില്ല. വീണ്ടും പഴയതുപോലെ തന്നെ ജീവിക്കുന്നു. നമുക്ക് മാറ്റം വരണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെ നിരീക്ഷിക്കാൻ പഠിക്കണം. എപ്പോഴൊക്കെയാണ് ഉള്ളിൽ അഹങ്കാരം വരുന്നത് എന്ന് നോക്കണം. മറ്റൊരാൾ നമ്മളെക്കാൾ നന്നായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെക്കാൾ നല്ല വസ്ത്രം ധരിച്ചു വരുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരമുണ്ട്. ആ അഹങ്കാരത്തെ അവിടെ വെച്ച് തന്നെ നുള്ളിക്കളയാൻ ശ്രമിക്കണം. മറ്റുള്ളവരെ അവരായിട്ട് തന്നെ അംഗീകരിക്കാൻ പഠിക്കുക. ഓരോ മനുഷ്യനും അവരുടേതായ രീതിയിൽ പ്രത്യേകതയുള്ളവരാണ്. ആരെയും ആരുമായും താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. ബുദ്ധൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ നിങ്ങളെ തന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുന്ന നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം ആരംഭിക്കും. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഭൂരിഭാഗം മാനസിക ബുദ്ധിമുട്ടുകളും വരുന്നത് ഈ താരതമ്യത്തിൽ നിന്നാണ്. അവന് വലിയ വീടുണ്ട്, എനിക്കില്ല. അവന് നല്ല ജോലിയുണ്ട്, എനിക്കില്ല. അവൾ സുന്ദരിയാണ്, ഞാൻ അങ്ങനല്ല. ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ നമ്മുടെ സമാധാനം കളയുകയാണ്. ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ അഹങ്കാരം തന്നെയാണ്. നമുക്കെല്ലാം വേണം, മറ്റുള്ളവരെക്കാൾ മുകളിലെത്തണം എന്ന ചിന്തയാണ് നമ്മളെ നയിക്കുന്നത്. എന്നാൽ യഥാർത്ഥ വിജയം എന്താണെന്നറിയാമോ? നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സമാധാനമാണ് യഥാർത്ഥ വിജയം. എത്ര വലിയ പണക്കാരനായാലും ഉള്ളിൽ സമാധാനമില്ലെങ്കിൽ അവനൊരു പരാജയമാണ്. എന്നാൽ ഒരു സാധാരണക്കാരനായാലും രാത്രി കിടക്കുമ്പോൾ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിജയി. ആ സമാധാനം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഉള്ളിലെ അഹങ്കാരത്തിന്റെ ഭാരം താഴെ വെച്ചേ മതിയാകൂ. ഇതുകൂടാതെ ഒരു കഥ കൂടി പറയാം. ഒരിക്കൽ ഒരു വലിയ രാജാവ് ബുദ്ധനെ കാണാൻ വന്നു. അദ്ദേഹം ഒരുപാട് വിലപിടിപ്പുള്ള രത്നങ്ങളും സമ്മാനങ്ങളുമായിട്ടാണ് എത്തിയത്. ബുദ്ധന്റെ മുന്നിൽ വന്ന് ആ രാജാവ് പറഞ്ഞു: ഭഗവാനെ, ഞാൻ അങ്ങേയ്ക്കായി ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇതങ്ങ് സ്വീകരിക്കണം. ബുദ്ധൻ ആ സമ്മാനങ്ങളിലേക്ക് നോക്കുക പോലും ചെയ്യാതെ രാജാവിനോട് പറഞ്ഞു: ഇതൊക്കെ താഴെ വയ്ക്കുക. രാജാവിന് വല്ലാത്തൊരു അപമാനം തോന്നി. ബുദ്ധൻ ഈ സമ്മാനങ്ങൾ കണ്ട് അത്ഭുതപ്പെടും എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. രാജാവ് ആ സമ്മാനങ്ങൾ താഴെ വെച്ചു. അപ്പോൾ ബുദ്ധൻ വീണ്ടും പറഞ്ഞു: ഇതും താഴെ വയ്ക്കുക. രാജാവ് അത്ഭുതപ്പെട്ടു. താൻ കൊണ്ടുവന്ന സമ്മാനങ്ങളൊക്കെ താഴെ വെച്ചു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് താഴെ വയ്ക്കാനുള്ളത് എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ബുദ്ധൻ ശാന്തമായി പറഞ്ഞു: രാജാവേ, ഞാൻ പറഞ്ഞത് ഈ ഭൗതികമായ സമ്മാനങ്ങളെക്കുറിച്ചല്ല, മറിച്ച് നീ ഒരു വലിയ രാജാവാണ് എന്ന നിന്റെ ഉള്ളിലെ അഹങ്കാരത്തെക്കുറിച്ചാണ്. ആ അഹങ്കാരത്തിന്റെ ഭാരവും ചുമന്നുകൊണ്ട് നീ എൻ്റെ മുന്നിൽ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ തരുന്ന ജ്ഞാനം ഉൾക്കൊള്ളാൻ നിനക്ക് കഴിയില്ല. അതിനാൽ ആ അഹങ്കാരം താഴെ വയ്ക്കുക. രാജാവിന് തൻ്റെ തെറ്റ് മനസ്സിലായി. അദ്ദേഹം ബുദ്ധന്റെ കാൽക്കൽ വീണ് ക്ഷമ ചോദിച്ചു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. നമ്മൾ എത്ര വലിയ ആളായാലും നമ്മുടെ ഉള്ളിലെ അഹങ്കാരം നമ്മളെ ഒരു നല്ല മനുഷ്യനാകാൻ സമ്മതിക്കില്ല. അത് നമ്മുടെ കാഴ്ചയെയും ചിന്തയെയും പൂർണ്ണമായും മൂടിക്കളയും. അതുകൊണ്ട് ആ അഹങ്കാരം താഴെ വയ്ക്കാൻ നമ്മൾ തയ്യാറാകണം. ജീവിതം വളരെ ചെറുതാണ് സുഹൃത്തുക്കളെ. ഇതിനിടയിൽ അഹങ്കാരവും വാശിയും വച്ചുപുലർത്തി സ്വന്തം സമാധാനം കളയണോ, അതോ ഉള്ളിലെ ആ വലിയ ഞാൻ എന്ന ഭാവം ഉപേക്ഷിച്ച് എല്ലാവരെയും സ്നേഹിച്ചും കരുണയോടെയും കണ്ട് ശാന്തമായി ജീവിക്കണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഈ തീരുമാനത്തിന്റെ അവകാശി നിങ്ങളാണ്. ഈ നിമിഷം മുതൽ നമ്മുടെ ഉള്ളിലെ ആ അഹങ്കാരത്തിന്റെ ഭാരം താഴെ വയ്ക്കാൻ നമുക്ക് ശ്രമിക്കാം. മറ്റുള്ളവരോട് വിനയത്തോടെ സംസാരിക്കാനും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു വലിയ ശാന്തിയും സന്തോഷവും വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ആ ശാന്തിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കിയെന്ന് കരുതുന്നു. ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വിശേഷങ്ങൾ പങ്കുവയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. ഇതുപോലുള്ള കൂടുതൽ ജീവിത ചിന്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു.